പ്രിയമുള്ളവരെ, കാലം വളരെ ഫസാദായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓരോ ദിവസങ്ങളിലും ദൈനംദിനമായി നാനാഭാഗങ്ങളിൽ നിന്ന് മോശപ്പെട്ട വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദീനിയായ ചൈതന്യം, ദീനിയായ ബോധം ജനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫദക്കിർ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ജനങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉപദേശം, ഇടക്കിടക്ക് ജനങ്ങളെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണ്. ഈമാനുള്ളവർക്ക് അത് ഉപകാരം ചെയ്യും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളെ ദീനിയായി അവരെ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നുണ്ട്. അല്ലാഹു തആല ദീനിയായ ബോധം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖൻ. നിന്റെ ശരീരത്തോട് നിനക്ക് ഹക്കുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ ശരീരത്തോട് നമ്മുടെ നഫ്സിനോട് നമുക്ക് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നവരാകണം. ശരീരത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ കണ്ണ്, ഇത് അള്ളാഹു തആല നമുക്ക് തന്നതാണ്. ഈ കണ്ണിനെ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് കണ്ണിന് നമ്മൾ കൊടുക്കുന്ന ബാധ്യതയാണ്. ചെവി അള്ളാഹു തന്നതാണ്. ഈ ചെവി അള്ളാഹു പൊരുത്തപ്പെട്ടതിന് ചെലവാക്കുക എന്നുള്ളത് അത് കണ്ണിന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണ്. അതുപോലെ നമ്മുടെ കൈ, കാല്, നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകളെല്ലാം, അതെല്ലാം അള്ളാഹു നമുക്ക് തന്നത്. അതിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ബാധ്യതകളുണ്ട്. നമ്മൾ അത് നിറവേറ്റിയിരിക്കണം. ഇതുപോലെ തന്നെ വലിയ റബ്ബിക അലൈക ഹഖ്ഖൻ. അള്ളാഹുവിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്. 5 നേരം നിസ്കരിക്കുക, ഖുർആൻ ഓതുക, മുതലുള്ളവൻ സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക. ഇങ്ങനെ ഇതല്ലാത്ത മറ്റൊരുപാട് അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, കടപ്പാടുകൾ നമ്മൾ അത് നിർവഹിച്ചിരിക്കണം. വലിദൈഫിക അലൈക ഹഖ്ഖൻ. അതുപോലെ തന്നെ ഒരു വിരുന്നുകാര് വന്നാൽ ആ വിരുന്നുകാർക്ക് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്. നമ്മൾ ആ ബാധ്യതകൾ നിർവഹിച്ചിരിക്കണം. വലി അഹ്ലിക അലൈക ഹഖ്ഖൻ. നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നീ നിർവഹിച്ചിരിക്കണം. ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. ഓരോരുത്തർക്കും നീ കൊടുത്തു വീട്ടേണ്ട ബാധ്യതകൾ നീ കൊടുത്തിരിക്കണം എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബം, ആ കുടുംബം നമ്മോടൊപ്പം സ്വർഗത്തിലുണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. നമ്മളത് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഹോദര സഹോദരന്മാർ നമ്മോടൊപ്പം സ്വർഗത്തിലുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തോട് നമുക്ക് ബാധ്യതകളുണ്ട്. നമ്മുടെ ഭാര്യയോട് ബാധ്യതകളുണ്ട്. നമ്മുടെ മക്കളോട് വലിയ കടപ്പാടുകളുണ്ട്. ആ മക്കളോടുള്ള കടപ്പാടുകൾ നമ്മൾ വീട്ടിയിരിക്കണം. നമ്മൾ നന്നായി ചിന്തിക്കണം. ഓരോ ദിവസങ്ങളും ഫസാദിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഫസാദ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ദീനീ ബോധം, ആത്മീയ ചിന്തകൾ നമ്മുടെ മക്കൾക്ക് നന്നായി നൽകണം. ഇന്ന് പുതിയ ചിന്തകളിലേക്ക്, ലിബറൽ ചിന്തകളിലേക്ക് പുതിയ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദീന്, ഈമാന്, വിശ്വാസം എന്നതിൽ നിന്ന് അകന്ന് ഭൗതിക ലോകത്തെ സുഖവും സന്തോഷത്തിലേക്ക് മാത്രം ഇന്ന് പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വയലുകൾ നടക്കുന്നുണ്ട്, ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ധാരാളം പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ചിന്തകൾ മാറുന്നില്ല, സ്വഭാവങ്ങൾ നന്നാകുന്നില്ല, അവൻ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ സന്താനങ്ങൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം നന്നായി ചിന്തിക്കണം. ഇന്ന് മൊബൈലിൻ്റെ കാലമാണ്. മൊബൈലിൻ്റെ ഉപയോഗം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല, വല്ലാത്ത ആഘാതമാണ്. സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലും അല്ലാതെയും ചില റീൽസുകൾ
നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കളുടെ ചിന്തകളിൽ, മക്കളുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയ ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്ന ചില കോമഡി റീൽസുകളാണ്. ബാപ്പയും മകനും തമ്മിലുള്ള പിണക്കം. മലപ്പുറം ജില്ലയിലെ ഒരു ഉപ്പയും മകനും എന്നൊരു അഭിനയത്തിൽ നടക്കുന്ന ഒരു റീൽസ് പല കുട്ടികളിലും ധാരാളം മോശമായ ഒരു ചിന്തയിലേക്ക് അവർ കൊണ്ടുപോകുന്നു. മകൻ ബാപ്പയെ തല്ലുന്നു, ബാപ്പ മകനെ നന്നായി തല്ലുന്നു, മകൻ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ബാപ്പ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം മോശമായ പല സ്വഭാവങ്ങളും, മൂത്തവരെ ബഹുമാനിക്കാതിരിക്കലും ബാപ്പന്റെ മേലെ ചവിട്ടലും, ഇതൊക്കെ ഒരു കോമഡിയായി അവതരിപ്പിച്ച് ഈ റീൽസുകൾ നമ്മുടെ കുട്ടികൾ അവരുടെ ആസ്വാദനത്തിന് വേണ്ടി അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഒരു ദുഷിച്ച സംസ്കാരമാണ് കയറി വരുന്നത്. അവർ ഇതിലൂടെ പഠിക്കുന്നത് ഒരു ദുസ്വഭാവമാണ്. നമ്മൾ ആലോചിക്കണം, രസത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചായിരിക്കും കാണുന്നത്. പക്ഷെ ഇതിൻ്റെ വലിയൊരു ആഘാതം നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നാം മറന്നുപോകരുത്. ഇത് മാത്രമല്ല, വളരെ മോശമായ ചില റീൽസുകൾ, ചില വീഡിയോകൾ കാണുന്നതിലൂടെ കുട്ടികളുടെ മനസ്സ് വലിയ ഒരു ദുസ്വഭാവത്തിലേക്കാണ് മാറിപ്പോകുന്നത്. ഈ അടുത്ത് ഒരു കുട്ടിയിൽ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് ഞാനൊരു ആവശ്യത്തിന് പോയപ്പോൾ അവിടുത്തെ ഉസ്താദ് എന്നോട് സംസാരിച്ചു. കുട്ടികളുടെ പഠനം, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠനം വളരെ വളരെ പിന്നോട്ട് പോയ സമയത്ത് അങ്ങനെ അവിടുത്തെ ഉസ്താദ് ഒരു കൗൺസിലറെ കൊണ്ടുവന്ന് ഈ കുട്ടിയുമായി കൗൺസിലിംഗ് നടത്തി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ മറുപടി, എനിക്ക് എന്തുകൊണ്ടാണ് മോനെ നിനക്ക് ഈ പഠനത്തിൽ ഇത്രയും പുറകോട്ടായത് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മാസത്തിലൊരിക്കൽ വീട്ടിലേക്ക് ലീവിന് പോയ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ കാണുന്ന ചില വീഡിയോകൾ, റീൽസുകൾ, അത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഞാനിങ്ങനെ ഖുർആൻ എടുത്ത് പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് ആ റീൽസുകൾ ഓർമ്മ വരുന്നു, വീഡിയോകൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നു, പഠിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ പഠനത്തിൽ പുറകോട്ട് പോകുന്നു. ഇങ്ങനെ നമ്മുടെ മക്കളിലേക്ക് ഇത് വലിയ അഫക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ കുട്ടികളിൽ വലിയ ദുസ്വഭാവമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത നമ്മൾ നമ്മുടെ കുടുംബത്തോട് കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതിന് വേണ്ടി ഈ കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ചില വീഡിയോകൾ, കോമഡികൾ വെച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണ് അവരെ തൊള്ളയിലേക്ക്. അതാ കുട്ടിയെ പൂർണ്ണമായും മന്ദബുദ്ധിയാക്കുന്നതിന്, ആ കുട്ടിയുടെ ബുദ്ധി മുഴുവനും നശിപ്പിക്കുന്നതിന് കാരണമാണ്. ഈ നിലക്ക് നമ്മുടെ മക്കളെ മണ്ടന്മാരാക്കി നമ്മൾ മാറ്റുകയാണ് എന്നുള്ള ബോധം രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം. മൊബൈൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് പൂർണ്ണമായും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം. മൊബൈൽ കണ്ടുപിടിച്ചവൻ തന്നെ തൻ്റെ സ്വന്തം കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല എന്നുള്ള വാസ്തവം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും വലിയ ഛിദ്രതയും വലിയ ദുഷിച്ച സ്വഭാവവും പുതിയ തലമുറയിൽ മൊബൈലിൻ്റെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഓർക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അവരെ നമ്മൾ കൊല്ലരുത്, നശിപ്പിക്കരുത്. അവരെ നമ്മൾ കഴുത്തറുത്ത് കൊന്നില്ലെങ്കിലും അവർക്ക് ദുസ്വഭാവം പഠിപ്പിച്ച് നമ്മുടെ മക്കളെ നമ്മൾ നശിപ്പിക്കരുത് എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർന്നില്ല, പുതിയ സംസ്കാരങ്ങൾ കുട്ടികളിലേക്ക് കടന്നു വരുന്നു. ഒരുപാട് ദുസ്വഭാവങ്ങൾ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ 1 മുതൽ 10 വരെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടി അവസാനം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി പഠിച്ച് ടൗണിൽ നടന്ന ഒരു അപകടത്തിൽ, രാത്രി 1 മണിക്കും 2 മണിക്കും നടന്ന അപകടങ്ങളിൽ ഒരു ഹിന്ദുവായ മനുഷ്യന്റെ കൂടെ അപകടത്തിൽപ്പെട്ട മരിച്ച കൂട്ടത്തിൽ തട്ടമുട്ട മുസ്ലിം കുട്ടിയുടെ പേര് വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മുസ്ലിമോ ആയ മറ്റുള്ള ഒരു അന്യപുരുഷന്റെ കൂടെ രാത്രി വാഹനത്തിൽ പോയി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കൂട്ടത്തിൽ തട്ടമുട്ട മുസ്ലിം പെൺകുട്ടിയുടെ പേര് വരുന്നു. എന്തുകൊണ്ടാണ്? രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ്. ചില ഹോസ്റ്റലുകളിൽ കൊണ്ടുപോയി ചേർക്കുന്ന കുട്ടികൾ ഇന്ന് ലെസ്ബിയൻ ഇണകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും അതാണ് ഒരു ഇണ എന്ന് ലോകം സമ്മതിച്ചതും ബുദ്ധിയുള്ളവൻ സമ്മതിച്ച കാര്യത്തിൽ നിന്ന് ഇന്ന് ആണിനെ മറന്ന് പെണ്ണിനെ വിവാഹം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മറന്നുപോകരുത്. ഈ അടുത്ത് കോഴിക്കോട് വെച്ച്
ഒരു ഉന്നത തറവാട്ടിലെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ തൻ്റെ ബാപ്പ ഹോസ്റ്റലിൽ പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തു. ആ ചേർത്തപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ ഹോസ്റ്റലിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി അവർ വലിയ ഫ്രണ്ട്ഷിപ്പിലായി. അവസാനം തമ്മിൽ അവർ പ്രേമിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അവർ തീരുമാനിച്ചു, നമ്മൾ ഇനി ഒരു ആണിനെ വിവാഹം കഴിക്കുന്നില്ല. അങ്ങനെ അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ കുടുംബം പെണ്ണിനെ വളരെ പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ നിർത്തി. അവര് വീട്ടിൽ തന്നെ നിർത്തി പഠനം നിർത്തിപ്പോയി. മറ്റേ പെൺകുട്ടി കോടതി കയറി. നമ്മുടെ നാടിന്റെ നിയമം അങ്ങനെയാണല്ലോ. കോടതി കയറി. പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് അനുവദിക്കണമെന്ന് കോടതി നിയമം വന്നു. ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി മറ്റേ പെൺകുട്ടി പോലീസിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആ പെൺകുട്ടിയോട് ബാപ്പയും ഉമ്മയും കരഞ്ഞു പറഞ്ഞു, മോളെ പോകല്ലേ. ആ പെൺകുട്ടി അവരുടെ മുഖത്ത് നോക്കി ഒരു കൂശലുമില്ലാതെ ഈ പെൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ സംഭവം നിങ്ങൾക്ക് യൂട്യൂബ് തുറന്നാൽ അതിന്റെ ന്യൂസുകൾ കാണാൻ കഴിയും. രക്ഷിതാക്കളെ, ഞാൻ പറയുന്നത് പുതിയ കാലത്ത് വലിയ അപകടങ്ങളിലേക്കാണ് പുതിയ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിസാരമായ കാര്യത്തെ പോലും നിങ്ങൾ നിസാരമായി കാണരുത്. നമ്മുടെ കുട്ടി നാം എടുത്തു വെച്ച ഒരു 10 രൂപ കാണുന്നില്ല, ചെറിയ കുട്ടി. ആ കുട്ടിയല്ലാതെ മറ്റൊരു കുട്ടി എടുക്കാൻ അത് വകുപ്പില്ല എങ്കിൽ നമ്മളത് പരിശോധിക്കണം. അന്യായമായി ഒരു നയാ കാശ് പോലും നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകരുത്. ആ കാശ് എവിടെ ചെലവാക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വലിയ അപകടങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ സമൂഹം തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചെടുത്തോ, നമ്മൾ പിടിച്ചെടുത്തോ പുതിയ തലമുറ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് രക്ഷിതാക്കൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നന്നാക്കാൻ, അവരെ ദീന് പഠിപ്പിക്കാൻ, അവരെ സ്വഭാവം പഠിപ്പിക്കാൻ എത്ര സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ ആ സമയം മാറ്റിവെക്കുന്നത് നിങ്ങൾ 1000 റക്അത്ത് രാത്രി ഉറക്കൊഴിഞ്ഞ് നിസ്കരിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തം മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സന്താനങ്ങളെ നല്ല നിലക്ക് വളർത്തിയെടുക്കണം. നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതാണ്. ലഹരി വർദ്ധിച്ചൊരു കാലം. ലഹരി മാഫിയകൾ ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും തോറും സഞ്ചരിച്ചുകൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. യൂട്യൂബിന്റെയും പലതിന്റെയും പിന്നിൽ കുട്ടികൾ പോയി ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലം. അന്യവനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ബാപ്പനെ ചിന്തിക്കുന്നില്ല. വീട്ടിലെ ഒരു ഉപ്പാപ്പ വന്നാൽ, ഒരു എളാപ്പ വന്നാൽ, ഒരു കുടുംബക്കാർ വന്നാൽ അവരെ നോക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ അവരോടൊന്ന് സംസാരിക്കാൻ പോലും പുതിയ തലമുറക്ക് സമയമില്ല. ഫുൾ ടൈം മൊബൈലിൽ മാത്രം. തല താഴ്ത്തിയിരുന്നാൽ ഒരാൾ വന്നാൽ തല പൊക്കാൻ പോലും സമയം കാണാത്ത, ആ മനസ്സ് വരാത്ത ഒരു ജീർണിച്ച ബുദ്ധിയുള്ള ഒരു സമൂഹമായി പുതിയ തലമുറ ആയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഗ്രതയുള്ളവരാകണം. സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ, ഹൈസ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവരെ കുറിച്ച് നന്നായി നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. നല്ല ശ്രദ്ധയുള്ളവരാകണം. കുട്ടികൾ വീട്ടിൽ നിന്ന് എവിടെ പോകുന്നു? കുട്ടികൾ വീട്ടിൽ നിന്ന് എവിടെ സഞ്ചരിക്കുന്നു? ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള യാത്ര, ഒന്നിച്ചുള്ള ടൂറ് നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം ടൂറുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പേരിന് എൻ്റെ മോള് കോളേജിൽ നിന്ന് ടൂറിന് പോകുന്നു, എൻ്റെ മോള് ഹൈസ്കൂളിന് ടൂറിന് പോകുന്നു. പ്രായപൂർത്തിയെത്തിയ ആണും പെണ്ണും ഒന്നിച്ചുള്ള യാത്ര, ദിവസങ്ങളോളമുള്ള യാത്ര. ബാപ്പ എന്ത് അഭിമാനത്തോടെയാ പറയുന്നത്, ഉമ്മ എന്ത് അഭിമാനത്തോടെയാ പറയുന്നത്, എൻ്റെ മോൾ ടൂറിന് പോയിനി. എവിടേക്കാ ഈ ടൂറ് പോകുന്നത്? അന്യ പെണ്ണും ആണും ഒന്നിച്ചു പോകുന്ന ടൂറ് തനിച്ച ഹറാമല്ലേ? ഞാൻ ഒറ്റ കാര്യം പറയുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 10ഉം 15ഉം കൊല്ലക്കാലം ഓമനിച്ച് വളർത്തിയ നമ്മുടെ മക്കൾ ചീത്തയാകാൻ ഒരു 3 ദിവസത്തെ ഈ ടൂറിന് നമ്മൾ പറഞ്ഞയച്ചാൽ മതി. പിന്നെ ആ മക്കൾ ഒരു ലിബറൽ കുട്ടികളായി മാറിക്കളയും പുതിയ സാഹചര്യത്തിൽ. അത്രത്തോളം അവർക്ക് ലിബറൽ ചിന്തകളാണ് ഇന്ന് പലയിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ദീന് പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഈ ദീനി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നാൽ പോരാ, നിങ്ങൾ പുറത്തിറങ്ങണമെന്നാണ് പുതിയ കുട്ടികളോട് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെൺകുട്ടികളോട് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4 ഭാഗത്ത് നിന്ന് കിട്ടുന്ന അത് മാത്രമാണ്. ഇനി മദ്രസയിലേക്ക് വരുന്ന ഒരു കുട്ടി, ആ മദ്രസയിൽ വരുന്ന കുട്ടിക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മോളെ ഔറത്ത് മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്ന്
ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുത്തു. ഔറത്ത്, സ്ത്രീയുടെ ഔറത്ത് എന്താണ് എന്ന് ഉസ്താദ് ശരിക്കും വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തു. അതിന്റെ തെറ്റുകൾ എന്താണ്, അതുകൊണ്ട് കിട്ടുന്ന ശിക്ഷ എന്താണ്, ഉസ്താദ് വളരെ നന്നായി കുട്ടിക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ മനസ്സിൽ പേടി വന്നു, പടച്ചോനെ, ഞാൻ ഒരിക്കലും ഔറത്ത് മറച്ചിട്ടല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയില്ല. ഈ ചിന്തയിലാണ് ഈ പെൺകുട്ടി മദ്രസയിൽ നിന്ന് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നു. ഒരു ഹാഫ് സ്ലീവ്, ശരിക്കും ഔറത്ത് പോലും മറക്കാത്ത ഒരു തുണി വെച്ചുകൊണ്ട്, ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് ഉമ്മ കാത്തിരിക്കുകയാണ് കുടുംബത്തിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് കൊണ്ടുപോകാൻ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഔറത്ത് മറച്ചിട്ടല്ലാതെ പോകാൻ പാടില്ല. ഉമ്മ തലയിൽ തട്ടമില്ലാതെ, ശരിക്കും ഔറത്ത് മറക്കാത്ത, കാല് മുട്ടുപോലും മറക്കാത്ത, കൈ പോലും ശരിക്കും മറക്കാത്ത വസ്ത്രം ഇട്ട് ഉമ്മ കാത്തിരിക്കുകയാണ് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ. കുട്ടി പ്രതിസന്ധിയിലാണ്. ഞാൻ ആരെ സ്വീകരിക്കണം? ഉസ്താദ് പറഞ്ഞത് കേൾക്കണോ, ഉമ്മ പറഞ്ഞത് കേൾക്കണോ, ബാപ്പ പറഞ്ഞത് കേൾക്കണോ? ആരാണ് നമ്മുടെ കുട്ടികളെ ചീത്തയാക്കുന്നത്? ആരാണ് നമ്മുടെ മക്കളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്? ആരാണ് നമ്മുടെ മക്കളെ ചീത്തയാക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു കൊള്ളണം. കുട്ടികൾക്ക് നല്ലത് പഠിപ്പിക്കേണ്ട ഉമ്മയും ബാപ്പയും, നല്ല സ്വഭാവം പഠിപ്പിക്കേണ്ട ബാപ്പയും ഉമ്മയും, നല്ല സംസ്കാരം പഠിപ്പിക്കേണ്ട ബാപ്പയും ഉമ്മയും കുട്ടികളെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ സ്കൂളിൽ ലീവുള്ള ദിവസം വീട്ടിൽ കളവ് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പോകുന്നു. ഉമ്മ അതിന് സമ്മതിക്കുന്നു, ബാപ്പ സമ്മതിക്കുന്നു. ചോദിക്കുമ്പോൾ എന്ത് നിസാരമാണ്, അത് ഹബ്ബിലേക്ക് പോയതാണ്. കുട്ടിയെ ഞാൻ മംഗലാപുരത്തേക്ക് അയച്ചതാണ്. എത്ര ഒരു ലാഘവത്തോടെയാണ് പറയുന്നത്. ആണും പെണ്ണും ഒന്നിച്ചുള്ള യാത്ര, സ്കൂളിലെ കുട്ടികൾ ഒന്നിച്ച് ഫ്രണ്ട് ഒന്നിച്ചുള്ള യാത്രകളെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ലഹരി, കഞ്ചാവിന്റെ മാഫിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ അടുത്ത് ഒരു കുട്ടിയെ സ്കൂളിൽ വെച്ച് പിടികൂടി. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ബാഗിൽ 7 സ്കൂളിന്റെ യൂണിഫോമുകളാണ് കിട്ടിയത്. 7 സ്കൂളിന്റെ യൂണിഫോമുകൾ ഒരു കുട്ടിയുടെ ബാഗിൽ ലഭിച്ചു. എന്തിനാണത്? ഒരു സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിന്റെ യൂണിഫോം ധരിക്കുന്നു, അടുത്ത സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിന്റെ യൂണിഫോം ധരിക്കുന്നു, 3ാമത്തെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ധരിക്കുന്നു. എന്തിനാണത്? സ്കൂളുകൾ കയറി ലഹരി, കഞ്ചാവ് വിൽക്കുന്നതിന് വേണ്ടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആലോചിക്കുക, ആ യൂണിഫോം ഇട്ടാലേ ആ സ്കൂളിലേക്ക്, അകത്തേക്ക്, ക്ലാസ്സിലേക്ക് പോലും കയറാൻ പറ്റുകയുള്ളൂ. നമ്മൾ നന്നായി ചിന്തിക്കണം. ഇവിടെ നമ്മുടെ കുട്ടികളെ നമ്മളാരും, എൻ്റെ കുട്ടി, എല്ലാ മക്കളും നല്ലവരാണ്, എൻ്റെ കുട്ടിയും നമ്മുടെ എല്ലാവരുടെ മക്കളും നല്ല മക്കളാണ്. പക്ഷേ ചുറ്റുപാടുകൾ അവരെ ചീത്തയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ആലോചിക്കുക. കഴിഞ്ഞ വർഷം കണ്ണൂരിൽ നിന്ന് കേട്ട ഒരു വാർത്ത ഞാനിവിടെ മുമ്പ് പറഞ്ഞിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല. 10 പെൺകുട്ടികൾ അവർ ലഹരി ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു. എവിടെ നിന്നാണ് കിട്ടിയത്? ആ സ്കൂളിലേക്ക് മറ്റു പുറത്തുനിന്ന് ആളുകൾ കൊണ്ടുവന്ന് വിൽപ്പന ചെയ്യുന്നു. അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, നിങ്ങൾ ഇത് വിറ്റ് പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കേസില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു സുഹൃത്തായ, ഒരു ഫ്രണ്ടായ ഒരു പെൺകുട്ടി രാത്രി വരുന്നു. എന്തിനാ വരുന്നത്? ഈ ഉമ്മയോട് പറഞ്ഞു, സ്കൂളിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്, ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയാണ്, പഠനത്തിന് വേണ്ടിയാണ്. ഉമ്മ ഇത് വിശ്വസിച്ചു. കുട്ടിക്ക് വേണ്ടി ഒരു റൂം അനുവദിച്ചു കൊടുത്തു. അന്ന് വീട്ടിലേക്ക് വന്ന മറ്റേ പെൺകുട്ടിക്കും റൂം കൊടുത്ത് 2 പേരും അതിൻ്റെ ഉള്ളിൽ പഠിക്കുകയാണെന്നാണ് ഉമ്മയുടെ വിചാരം. പക്ഷെ ഈ കുട്ടി പറയുകയാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന, ചാനലിൽ വന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടി പറയുന്നു, ഞാനും ആ കുട്ടിയും ആ റൂമിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് നാളെ എവിടെയൊക്കെയാണ് കഞ്ചാവ് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നാളെ ഏതൊക്കെ ക്ലാസ്സിൽ പോയി ഏതെല്ലാം കുട്ടികൾക്കാണ്, ആരൊക്കെയാണ് ബുക്ക് ചെയ്തത്, ആർക്കൊക്കെയാണ് ഈ കഞ്ചാവ് കൊടുക്കേണ്ടത് എന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി വീട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടിക്ക് വേണ്ടി റൂം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഉമ്മ. ആലോചിക്കണം, പഠനത്തിന്റെ പേരിൽ മറ്റൊരു വീട്ടിലേക്കും നമ്മുടെ മക്കളെ പറഞ്ഞേക്കരുത്. ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം. പെൺകുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, ഇത്തരം ദുഷിച്ച കാലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മണമില്ല, വാസനയില്ല, രുചിയില്ല. വെറും ഒരു കൽക്കാണ്ടി പോലത്തെ സാധനം, മാരകമായ ലഹരിയുള്ള വസ്തുക്കൾ. ഒന്ന് ടൂറിന് പോകുമ്പോ, ഒന്നിച്ചു തുള്ളുമ്പോ,
ഒന്ന് മൂക്കിന്റെ ഭാഗത്തേക്ക് വരച്ചു കൊടുത്താൽ മാത്രം മതി, ആ കുട്ടിക്ക് 24 മണിക്കൂർ കഴിയുമ്പോൾ തലവേദന വരുന്നു. ഈ ചങ്ങാതി ആ നേരം നോക്കി വിളിക്കുന്നു, നിനക്ക് തലവേദന ഉണ്ട്? പറയും തലവേദനയാണ്, ഞാനതിന് മരുന്ന് തരാം. വീണ്ടും 2ാമത്തെ ദിവസവും ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വസ്തു കൊടുക്കുന്നു. 3ാമത്തെ ദിവസവും കൃത്യം 24 മണിക്കൂറാകുമ്പോൾ കുട്ടിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. പിന്നെ കൊടുക്കുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് അത് കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥമാകുന്നു. പിന്നെ കക്കാനും പിടിക്കാനും കൊല ചെയ്യാനും അത് കിട്ടാൻ വേണ്ടി ഏത് നെറികേട് ചെയ്യാനും അവൻ തയ്യാറാകുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഇങ്ങനെ വാരിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഒന്നും നിസാരമായി കാണരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലക്ക് നമ്മൾ നമ്മുടെ മക്കളെ ദീനീ ബോധത്തിൽ വളർത്തിയെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1, 2, 3 പ്രാവശ്യം നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. നമ്മുടെ സന്താനങ്ങൾ ചീത്തയായി പോയാൽ നമ്മൾ ജീവിച്ചിട്ടെന്ത് കാര്യം? നമ്മുടെ മക്കൾ തെറ്റിൻ്റെ ആളുകളായി പോയാൽ നമ്മൾ ജീവിച്ചിട്ടെന്ത് കാര്യം? ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ മദ്രസയിൽ വെച്ച് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കയ്യിൽ ബ്ലേഡിൽ ഇങ്ങനെ കുറേ വരച്ചു വെച്ചു. നമ്മുടെ മദ്രസയിൽ ഉണ്ടായൊരു സംഭവമാണ്. ആ കുട്ടിയെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ പെൺകുട്ടി കയ്യിൽ കുറേ ബ്ലേഡിൽ വരച്ചു വെച്ചിനി. ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് മോളെ? ആ കുട്ടി മനസ്സ് തുറന്നു പറഞ്ഞു, ഒരു ചെക്കനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, പക്ഷെ അവൻ എന്നോട് പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ വരച്ചിട്ടതാണ്. എവിടേക്കാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ആത്മഹത്യയിലേക്ക് പോലും നമ്മുടെ കുട്ടികൾ എത്തിപ്പെടാൻ നമ്മുടെ മൊബൈലുകൾ അതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ബാപ്പയും ഉമ്മയും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ ഒച്ച വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, നമ്മൾ പിന്നെ ആവലാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ ശ്രദ്ധിക്കുക, ചുറ്റുപാടും വളരെ മോശമാണ്. നല്ല സ്വഭാവം പഠിപ്പിക്കുക, തെറ്റുകൾ കാണുമ്പോൾ കുട്ടികൾ അതാത് സമയത്ത് തിരുത്തി കൊടുക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് ആ മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുത്ത് നല്ല സ്വഭാവം പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിൻ്റെ കല്യാണങ്ങൾ വേദനയോടെ പറയുകയാണ്, ആഭാസകരമായി കൊണ്ടിരിക്കുന്നു. ജമാഅത്ത് പറഞ്ഞ തീരുമാനങ്ങൾ അത് ദീനിന്റെ തീരുമാനങ്ങളാണ്, അംഗീകരിക്കാൻ പോലും അതിനെ പോലും ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. പെണ്ണുങ്ങളുടെ ചില ഡ്രസ്സുകൾ കല്യാണത്തിന്റെ ഹാളിലേക്ക് പോയാൽ ഒന്ന് തല പൊന്തിക്കാൻ പോലും പറ്റുന്നില്ല. മിക്ക പെണ്ണുങ്ങളുടെ തലയിലും തട്ടമില്ല, ഔറത്ത് മറക്കുന്നില്ല. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ പോലും മുടി ഇങ്ങനെ മുഴുവനും പുറത്ത് കാണിച്ച് അതിങ്ങനെ വാരിയിട്ട് ഒരു തട്ടം പോലും ഇല്ലാതെ നമ്മുടെ പെൺകുട്ടികളെ തലയിൽ നിന്ന് തട്ടം പോലും മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ബാപ്പമാരെ, നമ്മുടെ കൂടെ നമ്മുടെ മക്കളും സ്വർഗത്തിലേക്ക് വരണ്ടേ? അവരും നമ്മുടെ കൂടെ സ്വർഗത്തിലെത്തണ്ടേ? എന്തിനാണ് അവരെ നരകത്തിലേക്ക് നിങ്ങൾ തള്ളിവിടുന്നത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ കൃത്യമായി മക്കൾക്ക് ദീന് പഠിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം ഖബറിൽ കടന്ന് നമ്മളും അനുഭവിക്കേണ്ടി വരും. നാളെ പടച്ചവന്റെ കോടതിയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി പെരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ്? ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. പലരും പറയുന്നവരുണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുത്താൽ പോരെ, പള്ളിയിൽ ഖുത്ബ നിങ്ങളെ മദ്രസ പഠിപ്പിച്ചവരെ നിങ്ങൾ മറ്റുള്ള കാര്യം നോക്കുന്ന എന്തിനാണ് എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ദീന് പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ എതിർക്കുന്നവരുണ്ടാകാം, സ്വാഭാവികമാണ്. അത് പറഞ്ഞ് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയുകയാണ്. പല രക്ഷിതാക്കൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. മക്കളെ കുറ്റം കേൾക്കുമ്പോൾ വല്ലാത്ത വേദന വരുന്ന സ്വാഭാവികമാണ്. ഏത് പിതാവിന്റെ മനസ്സിലും വിഷമം വരും. എൻ്റെ മോൾ അങ്ങനെ ആക്കൂല തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറം പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ചുറ്റുപാടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല ശ്രദ്ധയും നല്ല ബോധവും നമുക്കുണ്ടാകണം. നല്ല സംസ്കാരം പഠിപ്പിക്കണം. കല്യാണത്തിന് പോകുമ്പോഴും ഒരു വീട്ടിൽ നിന്ന് വിരുന്നിന് പോകുമ്പോഴും പൂർണ്ണമായ ഔറത്ത് മറച്ചിട്ടല്ലാതെ നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കരുത്. നമ്മളത് ശീലിക്കണം, നമ്മളും ശീലിക്കണം. പെണ്ണുങ്ങൾ മുഖം തുറന്ന് കൈ തുറന്ന് വീട്ടിൽ നിന്ന് പോകരുത്. സ്ത്രീയുടെ ഔറത്ത്, അന്യപുരുഷന്മാരെ മുന്നിൽ സ്ത്രീയുടെ ഔറത്ത് എത്രയാണ്? ശരീരം മുഴുവനും ഔറത്താണ്. മുഖം തുറന്നിട്ട് നീ കല്യാണത്തിന് പോകുന്നത്, മുഖം തുറന്നിട്ട് നീ സ്വലാത്തിന് പോകുന്നത്, ഔറത്ത് മറക്കാതെ നീ സിയാറത്തിന് പോകുന്നത്, ഉറൂസിന് പോകുന്നത്, കുടുംബത്തിന്റെ കല്യാണത്തിന് പോകുന്നത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, അത് ഹറാമാണെന്നുള്ളതിൽ സംശയമില്ല.
ഉമ്മ അത് ശീലിച്ച് കാണിക്കണം, നിങ്ങൾ ധരിച്ചു കാണിക്കണം, നിങ്ങൾ മുഖം മറക്കണം, കൈ മറക്കണം. ആ നിലക്ക് ഔറത്ത് മറച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മക്കൾക്കും അത് ശീലിപ്പിക്കണം. ആ നിലക്കുള്ള ഒരു സ്വഭാവം നമ്മളും ശീലിക്കണം, നമ്മുടെ മക്കൾക്കും പഠിപ്പിക്കണം. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളൊക്കെ നന്നാക്കി പെരുമാറാകട്ടെ. നല്ല ബോധത്തിൽ ജീവിച്ചു വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.